എനിക്ക് മാർക്കറ്റിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചന്തക്ക് വേറെ ചന്ത ഇഷ്ടാവും. അല്ല പൂക്കളെ ഹായ് മുല്ലപ്പൂവ് ആദ്യമായിട്ടാ കാണണേ. ജൂലിയ എന്നെ പരസ്യമായിട്ട് എങ്ങനെ വിളിക്കരുത്. ഞാൻ മുറ്റടിക്കുന്ന ചൂലിന്റെ കാര്യ പറഞ്ഞു. ബംഗ്ലാവിലുണ്ടല്ലോ 2 എണ്ണം. ബംഗ്ലാവിലോ? തെയ്യുണ്ണിയും അബ്ദും. ഈ ചേട്ടന്റെ ഒരു കാര്യം. ഹായ് ഇതെന്താ വില? 5 രൂപ. അത് നമ്മുടെ കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ച പാട്ട് ടീച്ചറല്ലേ? അവരുടെ പൂക്കച്ചവടം. അവരുടെ ജോലി പോയില്ലേ, പാവം ജീവിക്കാൻ വേണ്ടിട്ടായിരിക്കും. പാവം, എനിക്ക് അവിടുന്ന് പോവാങ്ങിയാ മതി. അയ്യോ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. അല്ല വേണ്ട, അവിടെ നല്ല പൂവുണ്ട്. 2 മുഴം പൂ വാങ്ങി എന്റെ തലയിൽ വെച്ച് തരുമോ? എന്താ ഈ സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഭാര്യമാർക്ക് തലയിൽ പൂച്ചൂടി കൊടുക്കുന്ന സാധാരണയാ. പക്ഷെ നമ്മള് വാങ്ങുന്നേ. 2 മുള മല്ലികപ്പൂ. ഭ്രാന്ത് മൂത്തപ്പോ വെയിലൊടിക്കാൻ ഇറക്കിയതാ. 10 രൂപ. ഇനി എന്നെ മനസ്സിലായി കാണൂലേ? ഞാൻ ചിച്ചു. നീക്കത്ര കണ്ണു കാമലിയാ കാത്ത. അവരെവിടെ? അങ്ങോട്ട് ഓടി. ഇത് പിടിച്ചേ. സത്യം പറയേ, ആരെയാ നീ പേടിക്കുന്നത്? ആരാ നിന്നെ പിന്തുടർന്നത്? നീ ഓടിയതും ഒളിച്ചതുമെല്ലാം സ്വബോധത്തോടെ ആയിരുന്നില്ലേ? പറയാൻ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. എന്തിനെന്നെ വിട്ടിയാക്കിയത്? എന്തിനാ എന്നെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചത്? അറിയാത്ത ദൈവങ്ങൾക്ക് പോലും ഞാൻ നേർന്നിട്ടുണ്ട് നിന്റെ അസുഖം മാറാൻ. പക്ഷെ നീ എന്നോട് പൊറുക്കണം. ഒരു ക്ഷമാപണം കൊണ്ട് തീർന്ന തെറ്റാണോ ഈ എന്നോട് നീ ചെയ്തത്? ആണോ? പറയേ, എന്തിനായിരുന്നു ഇതൊക്കെ? ഇങ്ങനെയൊന്നും ഉദ്ദേശിച്ചായിരുന്നില്ല വന്നത്. ബംഗ്ലാവിന് മുന്നിലെ പ്രാരാബ്ധക്കാരനെ കണ്ടപ്പോ വെറുപ്പായിരുന്നു ആദ്യം. പിന്നെ അറിയാതെ തോന്നിയ കൗതുകം. പക്ഷെ ഈ വേഷം കെട്ടിച്ചതും കോമാളി കളിപ്പിച്ചതും എല്ലാം അറിഞ്ഞു തന്നെ. സമ്പന്നതയിലാ ജനിച്ചത്, സമ്പന്നതയിൽ തന്നെ വളർന്നതും. അത് തന്നെയായിരുന്നു എന്റെ ദുരന്തവും. അച്ഛന്റെ ബിസിനസ് പാർട്ട്ണറുടെ മകന് എന്നോ കൊടുത്തൊരു വാക്ക് അച്ഛന്റെ മരണശേഷവും എന്റെ കുടുംബക്കാരത് പാലിച്ചു. ബാംഗ്ലൂരിൽ സെറ്റിലായ അയാളുടെ സാമ്പത്തിക ആസ്തിയും ചുറ്റുപാടും ജാതക പൊരുത്തവും സർവവും നോക്കി തന്നെയായിരുന്നു വിവാഹം ഉറപ്പിച്ചത്. പക്ഷേ എല്ലാം ചൂഴ്ന്ന് അന്വേഷിച്ചെങ്കിലും അയാളുടെ മനസ്സ് മാത്രം
ആർക്കും കണ്ടെത്താനായില്ല. ആർക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ക്ലബിന്റെ പാസ്റ്റ് പ്രസിഡന്റായ മിസ്റ്റർ സഞ്ജയ്, അദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യ മിസസ് പൂജ സഞ്ജയ്, ഈ യുവമിഥുനങ്ങൾക്ക് നമ്മുടെ ക്ലബിന്റെ പേരിൽ ഞാൻ ആശംസകൾ നേരുന്നു. രണ്ട് തവണ കലാതിലകം നേടിയ മിസസ് പൂജ സഞ്ജയ് നല്ലൊരു നർത്തകയും ഗായികയും കൂടിയാണ്. ഈ ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് മിസസ് പൂജ സഞ്ജയിനോട് ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ മറുനാടൻ മലയാളികളുടെ സന്തോഷത്തിന് കേരള തനിമയുടെ പ്രതീകമായ മോഹിനിയാട്ടത്തിന്റെ 2 ചുവടുകൾ ഈ വേദിയിൽ അവതരിപ്പിക്കാമെന്ന് സമ്മതിച്ചിരുന്നു. പ്ലീസ് കം ഓൺ മിസസ് സഞ്ജയ്, കം ഓൺ പ്ലീസ്. ഇനി വേണ്ട, ഇനി ഒരു ദിവസം എന്താ എത്ര നാളിക്ക് വരുന്നേ? ഒരുക്കൊന്നുമില്ലാതെ കമോൺ പൂജ. 2 സ്റ്റെപ്പ് മതി. എണീക്കുന്നേ പ്ലീസ്. ചേരങ്ങെടുക്കും. കൃഷ്ണ നിൻ മുഖപത്മം എന്നേരവും ഹൃത്തിൽ തോന്നുന്നു ഭഗവാനേ. കൃഷ്ണ നിൻ മുഖപത്മം എന്നേരവും ഹൃത്തിൽ തോന്നുന്നു ഭഗവാനേ. മഞ്ഞപ്പട്ടാട ചാർത്തി മണിത്തള കാലിലിട്ടും നൃത്തമാടുന്നതും കാണാകേണം. മഞ്ഞപ്പട്ടാട ചാർത്തി മണിത്തള കാലിലിട്ടും. അപ്പോഴുള്ള അയാളുടെ മാനസികാവസ്ഥ എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ അന്ന് രാത്രി വീട്ടിൽ വെച്ച് അതിന്റെ പ്രതികരണം ഞാൻ അനുഭവിച്ചു. എന്തിനാ ഇത്രയും ശബ്ദം? ഇഷ്ടമായില്ലല്ലേ? എങ്കിൽ വേണ്ട. പക്ഷേ എനിക്ക് കേൾക്കണം, കാണണം. യെസ്, ഇപ്പോ ഇവിടെ വെച്ച് ഈ നിമിഷം യു ഷുഡ് ഡാൻസ് ആൻഡ് സിംഗ്. ഒരു മൂഡും ഇല്ലാതെ ഇപ്പൊ എങ്ങനെയാ ഞാൻ? ഓ, യു ഡോണ്ട് ഹാവ് മൂഡ് അല്ലേ? ഓക്കെ 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 ഓക്കെ. തനിക്കിപ്പോ മൂഡ് വരാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ. കൈയടിക്കാൻ ഓഡിയൻസ് വേണോ? പെർഫോം ചെയ്യാൻ സ്റ്റേജ് വേണോ? Come on, tell me. എന്റെ മുന്നിൽ നിന്ന് ആടാനും പാടാനും നിനക്ക് മൂടില്ല അല്ലേ? വേണ്ട, മൂട് ഞാനുണ്ടാക്കാം. Come on, dance, dance. ചെയ്യല്ലേ പ്ലീസ്. Sweet voice. Come on, come on. Sing. Come on, sing. Sing. I said sing. Come on. Come on. Hey, come on. Get out. Get out. Get out from here, you bitch. Get out. എന്റെ വിധിയെ സ്വയം പഴിച്ചതല്ലാതെ ആരെയും ഒന്നും അറിയിച്ചില്ല. എല്ലാം സഹിച്ചും ക്ഷമിച്ചും നല്ലൊരു ഭാര്യയാവാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഒരു പെണ്ണിനും ഒരു തരത്തിലും പൊരുത്തപ്പെടാനാവാത്തൊരു ജന്മം, അതായിരുന്നു അയാൾ.
അയാളിലെ മൃഗത്തെ ശരിക്കും ഞാൻ കണ്ടറിഞ്ഞു. തെരുവ് വേശ്യകളിൽ പോലും ആസക്തി കണ്ടെത്തുന്ന വൃത്തികെട്ടൊരു ജന്തു. കേറി ചെല്ലടാ. എൻജോയ് യുവർ സെൽഫ്. സ്വീറ്റ് ഡ്രീംസ്. അയാളുടെ നിറകെട്ട ജീവിതത്തിനെതിരെ പ്രതികരിച്ചതിനുള്ള ശിക്ഷ സ്വന്തം ഭാര്യയുടെ കിടപ്പറ പങ്കിടാൻ ഒരു അന്യനെ വിരുന്ന് വിളിച്ചായിരുന്നു. അതിൽ പിന്നെ അയാളെ കാണുന്നത് പോലും എനിക്ക് അറപ്പായിരുന്നു. ബിസിനസ് ടൂർ എന്നും പറഞ്ഞ് അയാൾ പോയൊരു രാത്രി മനസ്സാൽ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. ഇനി ഏത് നിമിഷം അയാൾ ഇവിടെ എത്തും. കൊല്ലാൻ പോലും മടിക്കില്ല. അത്രയ്ക്ക് ക്രൂരനാണ് അയാൾ. എന്തിനായിരുന്നു ഈ സാഹസം? ഈ ഒരു ഒളിച്ചോട്ടം കൊണ്ട് അയാളിൽ നിന്ന് രക്ഷപ്പെടാന്ന് കരുതിയ? എനിക്കൊന്നും അറിയില്ല. വിധിയെ പഴിച്ചതല്ലാതെ എന്റെ ദുരന്തം ഞാൻ കുടുംബക്കാരെ പോലും അറിയിച്ചിട്ടില്ല. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇങ്ങനെ കരഞ്ഞോണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തില് എന്തും നേരിടാനുള്ള ധൈര്യം വേണ്ടത്. മരിക്കാൻ ഒരുങ്ങിയപ്പോഴാ ഇല്ലാത്ത ഭർത്താവിനെയും പിറക്കാത്ത മക്കളെയും സ്ഥാപിച്ച് നാടകം കളിച്ചത്. സത്യം പറഞ്ഞാൽ മനസ്സാൽ ആശിച്ചൊരു വേഷം തന്നെയാ അഭിനയിച്ചു തീർത്തത്. ഇനിയിപ്പോ ആ ദുഷ്ടന്റെ കൈകൊണ്ട് മരിക്കേണ്ടി വന്നാൽ പോലും എനിക്ക് സങ്കടമില്ല. പേടിക്കണ്ട. അയാളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ വേഷം ഉപകാരപ്പെടുമെങ്കിൽ നമുക്ക് ഈ കള്ളക്കളി തന്നെ തുടരാം. മുനിയും മഹാമാരൊക്കെ ആയിട്ട് വയറ്റിപ്പിഴപ്പിന് വേണ്ടി ഒരുപാട് വേഷം കെട്ടിയിട്ടുണ്ട്. കളിയായിട്ടാണെങ്കിലും ഇപ്പൊ ഒരു ഭർത്താവിന്റെ വേഷം. ജീവിതത്തിൽ സ്വന്തമായിട്ട് പറയാൻ ഒരു വേഷവും ഇല്ലാത്തവന് അതൊരു ഭാഗ്യ അല്ലേ? ധൈര്യമായിട്ടിരുന്നോളൂ. എന്തിനൊപ്പം ഞാനുണ്ട്.